ഹലോ സ്ഥലമാണ് പുതിയ വീഡിയോസ് നമ്മൾ ഇന്ന് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് നേരെ ബസ് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ബസ് നമ്മൾ KSRTC ബസ്സിലാണ് കയറിയത്. അപ്പോൾ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കോട്ടയത്ത് നിന്നാണ് കൊല്ലത്തോടെ നിന്നങ്ങാറ്റം വരുന്നൊരു ബസ്സായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്ന കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ സീറ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കൊട്ടിയൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചടുത്താണ് കൊട്ടിയൂർ. ഒരു ഏകദേശം 1/4 മണിക്കൂർ യാത്രയുണ്ടാവും. പൈസ ഏകദേശം നമ്മൾ അതുകൊണ്ട് നിന്നിട്ട് പോകുന്നതിന് വലിയൊരു പ്രശ്നമൊന്നുമില്ല. പൈസ ഏകദേശം നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ ഉള്ള ഒരു പുഴയാണ് ഗൈസ്. ഇവിടെ നല്ല ബ്ലോക്കായതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി നിർത്തിയപ്പോഴാണ് നമ്മൾ ഈ പുഴേൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. പൈസ ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, ചെറുങ്ങനെയാണ് ബസ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ബ്ലോക്ക്. ഗൈസ് നമ്മൾ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന KSRTC ബസ്സാണിത്. ബസ് സ്റ്റാൻഡിലാണുള്ളത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും തിരക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്, നടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് പുഴയെന്ന്. ഇവിടുന്ന് ഇപ്പം അടുത്താണ് 2 ആൾ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു, മരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഴയിൽ നിന്ന്. അന്നേരം നല്ല ഒഴുക്കുണ്ടായി, ഇപ്പോൾ ഉണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. ഞാനും അമ്മയും അച്ഛനും ഏട്ടനും കൂടിയാണ് ഗൈസ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ തിങ്കളാഴ്ചയാണ് ഗൈസ് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വന്നത്. സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്, സ്കൂളൊക്കെ ലീവ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഗൈസ് ഇവിടെ തിരക്ക് കുറേണ്ടി വന്നതുകൊണ്ടാണ് നമ്മൾ വന്നത്. പക്ഷേ അന്ന് തന്നെ ഒരു സമരം ഉള്ളതുകൊണ്ട് തന്നെ കുറേ സ്കൂളൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കല്ല് അട്ടിക്ക് വെക്കുന്നത് ഇവിടുത്തെ ഒരു വിശ്വാസപ്രകാരമാണ് ഇങ്ങനെ കല്ലൊക്കെ അട്ടിക്ക് വെക്കുന്നത്. കുറേ ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ ചെരുപ്പും ബാഗൊക്കെ പൈസ കൊടുത്തിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വന്നിട്ടുണ്ട് ചെരുപ്പൊക്കെ വെക്കാൻ. അപ്പോൾ അവിടെ ആയിട്ടായിരുന്നു ഒരു ചാക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ അപ്പുറത്ത് എന്നാലും കുറവാണ്. ആദ്യമൊക്കെ ഇവിടെ പുഴയിലൂടെ അപ്പുറത്ത് അമ്പലത്തിലേക്ക് കടക്കാനുള്ള വഴി ഉണ്ടായിരുന്നു. ഇപ്പം നല്ല ഒഴുക്കാണ്, അതുകൊണ്ട് കടക്കാനും പറ്റില്ല. നല്ല ഒഴുക്കുണ്ട്, ഇവിടുന്ന് കടന്നാൽ നല്ല ഒലിച്ചങ്ങ് പോകും. പിന്നെ ഇപ്പം പാലം ഉള്ളതുകൊണ്ട് അതിലൂട്ടിയാണ് എല്ലാവർക്കും കടക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൽ അത്യാവശ്യം തിരക്ക് കുറവാണെങ്കിൽ അപ്പുറത്തെ പാലത്തിലാണെങ്കിൽ നല്ല തിരക്കാണ്. അവിടെ നിന്നാണ് നേരെ അങ്ങോട്ടേക്ക് കയറേണ്ട വഴി. പക്ഷേ അവിടെയാണ് നല്ല തിരക്കാണ്. അപ്പോൾ ഈ പാലത്തിൽ കുറച്ച് തിരക്ക് കുറവാണ്, എന്നാലും തിരക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിലൂടെ കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകേണ്ടത്. അടുത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ കർണാടകയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്ക് വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടം പോലെ വണ്ടി കർണാടക രജിസ്ട്രേഷനാണ്. നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ആയിട്ട് ചെരുപ്പ് അയച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ സ്ഥലത്ത് നമ്മൾ ചെരുപ്പ് കൊടുത്തിട്ടുണ്ട്. ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പുറത്ത് നല്ല ഒഴുക്കായതുകൊണ്ടാണ് ഇവിടുന്ന് കുറേ ആൾക്കാർ ഒലിച്ചു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കുറച്ച് വെള്ളം കുറവുള്ള സ്ഥലത്തൂട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാക്കി നോക്കിയാൽ ഇവിടെയൊക്കെ നല്ല കുറേ ആൾക്കാർ ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ മണിക്കൂറുകളായിട്ട് ലൈൻ നിൽക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ദൂരത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ നിൽക്കുന്നത്. കർണാടകയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട്.
പൈസ നമുക്ക് VIP പാസ് കിട്ടിയിട്ടുണ്ട്, കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് ചന്ദനമൊക്കെ വാങ്ങി. അപ്പോൾ ഈ ഇത്രയേരെയുള്ള വിശേഷമൊക്കെ ഞങ്ങൾ കണ്ടുവന്നേക്കും. നല്ല തിരക്ക് തന്നെ ഉണ്ടായി, അത്യാവശ്യം തിരക്കുണ്ട്. ശനി ഞായറൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവലുണ്ടെന്ന് പറയലുണ്ട്. വയസ്സ് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറവാണ്. വയസ്സ് നമ്മളിങ്ങനെ അതിലോട്ടേക്ക് നടന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. വയസ്സ് നമുക്ക് നേരെ തിരിച്ചു പോവാം. തിരിച്ചു പോകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ വഴിയിലൊക്കെ നല്ല ആളുണ്ട്. അപ്പോൾ നേരത്തെ ലൈനിൽ നിന്ന സ്ഥലത്ത് അത്യാവശ്യം കൂടുതൽ ആൾ തന്നെയുണ്ട്. ഇപ്പോൾ പിന്നെയും കൂടിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കുറവായിരുന്നു, എന്നാലും കുറച്ചും കൂടി ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അക്കരെ കൊട്ടിയൂർ നിന്ന് ഇക്കരെ കൊട്ടിയൂരിൻ്റെ ആ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എപ്പോൾ ഈ ക്ഷേത്രം ഉണ്ടാവും. ഈ ക്ഷേത്രം എപ്പോൾ തുറന്നു വെക്കുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷെ അപ്പുറത്തെ ഭാഗം എന്ന് വെച്ചാൽ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ്. ഇവിടെയും നല്ല തിരക്കുണ്ട്. നടക്കൊന്ന് അപ്പത്തേനും കൂടെ തിരക്ക് ഈ ഒരു വഴിയിലാണ്. വഴിയിൽ നിന്ന് നടക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് കയറാനും പറ്റില്ല, നല്ല തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല, നേരെ ബസ്സിലേക്ക് പോയി. ബസ്സിൽ നിന്നാണെങ്കിൽ ഒരാൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. നമ്മൾ പാട്ടൊക്കെ കേട്ട് നേരെ ബസ്സിൽ അങ്ങോട്ടേക്ക് പോകുന്നതാണ് വീട്ടിലേക്ക്. നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ കൊട്ടിയൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് വീട്ടിലേക്ക്. വീട്ടിൽ ആ ഒരു വഴി കുറച്ച് ഫോറസ്റ്റ് റോഡ് അങ്ങനത്തെ കുറേ റോഡുണ്ട്. നമ്മൾ മുമ്പിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നിൽക്കുകയാണ്, ഏത് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. മുമ്പിൽ തന്നെ നമ്മളിപ്പോൾ ഇരുന്നിട്ടാണുള്ളത്. സീറ്റാണ്. ഇന്നത്തെ വീഡിയോയിലാണ് ഇഷ്ടപ്പെടുന്ന കേൾക്കുന്ന പൈസ നമ്മൾ കൊട്ടിയൂർ പോയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ അന്നദാനത്തിൻ്റെ സ്ഥലമുണ്ട്. പൈസ ഇവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയിലാണ് ഇഷ്ടപ്പെടുന്ന കേൾക്കുന്നത്. ഇനി ഇതുപോലത്തെ വീഡിയോ ഇരുന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ കാണാം.